SFI അഖിലേന്ത്യാ നേതാവും JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റുമായ ഐഷി ഘോഷിനെ ഡൽഹി AKG സെന്ററിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസിന്റെ നീക്കം. യൂണിഫോം ഇല്ലാതെ സ്വകാര്യ വാഹനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥ ഐഷിയെ അറസ്റ്റ് ചെയ്യാനെത്തിയത്. ജോൺ ബ്രിട്ടാസ് MP നടപടി ചോദ്യം ചെയ്തതോടെ പോലീസ് സംഘം അറസ്റ്റ് നീക്കം ഉപേക്ഷിച്ച് മടങ്ങി. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിൽ ഐഷി ഘോഷ് സജീവമായിരുന്നു. എന്നാൽ 2021 JNU സമരവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പോലീസിന്റെ നീക്കം എന്നാണ് സൂചന. വൈകുന്നേരം 4:30യോടെയാണ് ഡൽഹി CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG സെന്ററിലേക്ക് പൊടുന്നനെ പോലീസ് സംഘം വന്നു കയറിയത്. യൂണിഫോം ഇല്ലാതെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെത്തിയത്. SFI അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശം എന്നറിഞ്ഞതോടെ CPIM നേതാക്കൾ ഓടിപ്പാഞ്ഞെത്തി. പോലീസ് നടപടിയെ ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചെയ്തു. You are not answering my question. I am a lawmaker. I am a parliament member. मैं आपको एक्सप्लेन कर Tell me. आज मेरा हाई कोर्ट मैटर था. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, काफी बारिश थी, इसके वजह से मेरी यूनिफॉर्म भीग चुकी थी. Please listen to अभी भी थाने में Please listen to me. You are a police officer. You must have attended the high court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back. Have your uniform, come with your badge. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് അനുവാദമില്ലാതെ എങ്ങനെ കടന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചു. യൂണിഫോമും നെയിം പ്ലേറ്റും എവിടെയെന്ന് ചോദിച്ചപ്പോൾ മഴ കാരണം ഇട്ടില്ല എന്ന ഉദ്യോഗസ്ഥയുടെ ഉത്തരം. നിങ്ങൾ പോയി യൂണിഫോം ധരിച്ചു വരൂ, ഞാനിവിടെ കാത്തിരിക്കാമെന്ന് ബ്രിട്ടാസ്. ഇതോടെ പോലീസ് സംഘം അറസ്റ്റ് ശ്രമം ഉപേക്ഷിച്ച് പിന്മാറി. യൂണിഫോം ഇല്ല, അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴയായതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്നാ പറയുന്നത്. മഴയായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവര് ആക്രമിച്ചത് ഡൽഹി പോലീസ്. 2021 JNU സമരകാലത്ത് ബംഗ്ലാ ഭവന് മുന്നിൽ നടന്ന സമരത്തെ തുടർന്ന് എടുത്ത കേസിലാണ് ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത്. ജന്തർ മന്ദർ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ഐഷി. ഇതിനുള്ള പ്രതികാര നടപടിയായി പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണെന്ന് SFI നേതാക്കൾ ആരോപിച്ചു. സോനം വാങ്ചുക്കിനെ കൊണ്ടുപോയതുപോലെ ഐഷി ഘോഷിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ഡൽഹി പോലീസ് ശ്രമിച്ചതെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിലുള്ളപ്പോഴാണ് ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ആണിവർ കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ എങ്ങനെയാണോ സമരസ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ ഐഷി ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയാണ് മോഡിയും അമിത്ഷായും ഡൽഹി പോലീസും കൂടെ ചേർത്ത് തയ്യാറാക്കിയതെന്ന് വേണം അനുമാനിക്കാൻ. നേതാക്കൾ ശക്തമായി പ്രതികരിച്ചതോടെ പോലീസ് പിൻവാങ്ങി. ഡൽഹി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഉറപ്പു നൽകിയത്. മുൻപ് പങ്കെടുത്ത സമരങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പരിഹാസ്യമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.